ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നൈറ്റ് ഡ്രൈവ് പോവാണ്. ചെറുതൊന്നുമല്ല, വലുത് തന്നെ, ബാംഗ്ലൂർക്ക്. ഇപ്പം സമയം 12:02 എടുക്കണം. സമയം ഇപ്പോൾ 12:02. നമ്മൾ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഇന്ന് ഫുള്ള് ഉറങ്ങാതിരുന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്താനാണ് പ്ലാൻ. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളുണ്ട്, ശ്രീദേവേട്ടൻ. ഹലോ ഹലോ. ശ്രീദേവേട്ടൻ ആദ്യമായിട്ടാണ് നമ്മുടെ വ്ളോഗിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു നൈറ്റ് ഡ്രൈവ്, നൈറ്റിൽ കിട്ടുന്ന വ്യൂ, അത് പിന്നെ നമ്മൾ ഉറങ്ങാതിരിക്കാൻ എത്ര ചായ കുടിക്കുന്നു, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചായ സ്പോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ എയർപോർട്ട് റോഡിൽ. അപ്പോൾ ഇവിടുന്ന് ആദ്യത്തെ ചായ. അപ്പം ചായ ഒന്നേ. ഇനി ഇതുപോലെ എത്ര ചായ കുടിക്കുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ആദ്യത്തെ ചായ കുടി കഴിഞ്ഞ് നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇനി ഇവിടുന്ന് ഒരു 476 കിലോമീറ്റർ ഉണ്ട് നമുക്ക്. ഇനി ഇതുപോലെ ഇനി ഒരു 10 ചായയെങ്കിലും കുറഞ്ഞത് കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതും കുടിച്ച് ഇടയ്ക്ക് ഉറക്കം വരുമ്പോൾ ഒന്ന് സൈഡ് ഒതുക്കി ഉറങ്ങി എപ്പോൾ എത്തുമെന്ന് നോക്കാം. ഇവിടുന്ന് ഇപ്പോൾ 9.5 മണിക്കൂറാണ് നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. പക്ഷെ എന്തായാലും ആ സമയം കൊണ്ട് എത്തില്ല. നല്ല നോക്കാം മാക്സിമം എത്ര സമയം എടുക്കും. പോകുന്ന വഴിയിലെ കാഴ്ചകളും നൈറ്റ് വ്യൂ ഫുള്ള് എൻജോയ് ചെയ്ത് നമ്മൾ പോകുന്നതായിരിക്കും. ഇനി അടുത്ത ചായ സ്പോട്ട് എവിടെയാണ്? ഇനി നമുക്ക് തൃശ്ശൂരുണ്ട്, മറ്റേ പാലിയേക്കര ടോളില്ലേ, ടോളിന്റെ അവിടുത്തെ ചായക്കടയിൽ അടുത്ത് നിർത്താം. അപ്പൊ ഇനി അടുത്ത ചായ സ്പോട്ട് പാലിയേക്കര ടോൾ. അതാ ഗൈസ് ചാലക്കുടിയുടെ തിരക്ക്. ഇവിടുത്തെ ആ വർക്ക് നടക്കുന്നതിന്റെയാണ്. ഇപ്പൊ സമയം 1 മണി. തിരക്കണ്ട. ഇവിടുന്ന് നനയും കിട്ടാൻ തന്നെ ചിലപ്പോ നമുക്ക് 1 മണിക്കൂർ വേണ്ടി വരും അല്ലേ, ഈ ബ്ലോക്ക് ഒന്ന് കഴിഞ്ഞിട്ട്. ബ്ലോക്ക് എത്ര ടൈം കൂടിയെന്ന്. ഈ രാത്രി തിരക്കല്ലേ? അതെ, ഇത്ര ആൾക്കാര് നമ്മളീ പോകുന്നില്ലേ, അതുപോലെ പോകുന്നവരായിരിക്കും. പിന്നെ കണ്ടെയ്നറുകളും ഈ രാത്രിയിലാണല്ലോ കൂടുതലും, അപ്പൊ അതിന്റെ ഒരു ബ്ലോക്ക് വേറെയും കിട്ടും. ഞാനിന്ന് രാത്രി ഇറങ്ങിയപ്പോ വിചാരിച്ചത് ഫ്രീ ആയിരിക്കും, ഒറ്റ പിടിയിൽ പോവാന്നല്ലേ. രണ്ടാമത്തെ ചായ ആയിരിക്കാണ് ഗൈസ്. ഇതിന്റെ ഇങ്ങനെ കിടന്ന് പോകുന്നതാണല്ലേ ഒരു. ഇവിടെ ടോള് നിർത്തിയതായിരുന്നു, റീസ്റ്റാർട്ട് ചെയ്ത്. ആണോ? ആ, ടോള് നിർത്തിയത് കുറച്ച്. ഞാൻ കഴിഞ്ഞോണപ്പോ ടോൾ ഉണ്ടായില്ല. ഓ, അതെന്തായിരുന്നു റീസൺ? എന്തായിരുന്നു? പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഞാൻ മറന്നുപോയി. അങ്ങനെ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ കയറി ഞങ്ങോട്ട് നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ചു പോകും. ഇടയ്ക്ക് ക്യാമറ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ? അതെ, നമുക്ക് പിന്നെ നമ്മളധികം സ്പീഡിൽ ഓടിക്കുന്നില്ല എന്ന് വിശ്വസിക്കാം. അങ്ങനെ നമ്മൾ കുതിരാൻ കയറി ഗൈസ്, കുതിരാൻ ടണൽ. ഗൈസ്, ഇതാണ് ട്രാവൽ ലോഞ്ച്. ഇവിടെ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ മാത്രമായിട്ട് കിടക്കാൻ പറ്റും. ഈ ട്രാവലേഴ്സിന് മെയിനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. ഇവരൊക്കെ അതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി വന്ന് കിടക്കുന്നവരാണ്. ഒരു കോഫി ഷോപ്പും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചെറിയ പോഡുകളാണ്, സ്ലീപ്പിംഗ് ബോർഡുകൾ. അവിടെ നമുക്ക് ബുക്ക് ചെയ്തിട്ട് ഇതിലും ഭംഗിയാണ്. ഇപ്പൊ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഇവിടത്തെ ഇന്റർലോക്കൊക്കെ ഇപ്പൊ ആകെ ഇങ്ങനെ അല്ലായിരുന്നു, ഇത്തിരി ഭംഗിയായിരുന്നു അത്. പിന്നെ പിന്നെ ടോയ്ലറ്റ് ഒക്കെ ഭയങ്കര ക്ലീനാ, അടിപൊളി ടോയ്ലറ്റാ. ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ കിടക്കാന്ന് വിചാരിച്ചതാ, പക്ഷെ ഒരു ടീം വന്നിട്ട് ഫുള്ള് ഫില്ലാണ്, നമുക്ക് കിടക്കാൻ സൗകര്യമില്ല. പക്ഷെ നമ്മൾ വേറൊരു വഴി കണ്ടിട്ടുണ്ട്. ഇവിടെ മറ്റേ മസാജറുണ്ട്, 10 മിനിറ്റിന് 99 രൂപ. അതൊരു അരമണിക്കൂർ എടുത്തിട്ട്
അതിലിരുന്ന് മസാജിൻ്റെ കൂടെ ഇരുന്ന് ഉറങ്ങിപ്പോകാനുള്ളൊരു പ്ലാനുണ്ട്. ഇനിയിപ്പം അതേ ഉള്ളൂ അടുത്ത വഴി. അപ്പോൾ നമുക്ക് പോയി മസാജിലിരുന്ന് ഉറങ്ങിയിട്ട് വരാം. ഇനി ഇതിൽ കിടന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ട് വരാം. എങ്ങനെയുണ്ട്? മറ്റേതിനേക്കാൾ വ്യത്യാസമുണ്ട്? മറ്റേതിനെക്കാട്ടിലും വ്യത്യാസമുണ്ട്. മറ്റേതെന്ന് ഉദ്ദേശിച്ചത് ഞങ്ങൾ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇത് സെയിം ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് പോകുമ്പോൾ. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷേ മെഷീൻ കാണുമ്പോൾ നമുക്ക് അറിയാം മറ്റേതിനേക്കാളും ബെറ്റർ ആണല്ലേ. അതാ ഈ സാധനം അവിടെ ഇല്ല. ഇങ്ങനത്തെ ഒരു പുഷിങ് അവിടെ കിട്ടിയിട്ടില്ല. ഭയങ്കര ലാഭമാണത്. ആ ഭയങ്കര ലാഭം. ഇതിപ്പോൾ നമുക്ക് 20 മിനിറ്റിന് എത്രയായി? 150 രൂപ. 150 രൂപ. അവിടെ നമുക്ക് 20 മിനിറ്റ് ചെയ്യണമെങ്കിൽ 240 രൂപ. നല്ല വ്യത്യാസമുണ്ട്. കൊള്ളാം. കുറച്ച് നേരം ഉറങ്ങട്ടെ. പൊസിഷന് വ്യത്യാസമുണ്ടല്ലേ? പൊസിഷനിൽ റിലാക്സ് ചെയ്യും. ഹലോ, അങ്ങനെ ഒരു നല്ല ഉറക്കം കഴിഞ്ഞ് നമ്മൾ സൈഡ് ഒതുക്കി. മറ്റേ ട്രാവൽ ലോഞ്ചിൽ നമുക്ക് കിടക്കാനുള്ള സ്ഥലം കിട്ടിയില്ല. പിന്നെ ഒരു മസാജും കഴിഞ്ഞ് കാറിനകത്ത് കയറി കിടന്ന് നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങി. ഇപ്പം ഫ്രഷായി. ഇനി നേരെ ബാംഗ്ലൂർക്ക്. ഇനി പോകുന്ന വഴി നമ്മൾ 10 ചായ എന്നൊക്കെ കൗണ്ട് ചെയ്തെങ്കിലും 2 ചായ ഇതുവരെ കുടിച്ചിട്ടുള്ളൂ അല്ലേ. ഇത്രയും നേരമായിട്ടാകെ 2 ചായ കുടിച്ചിട്ടുള്ളൂ. ഇനിയുള്ള യാത്രയിൽ ബാക്കി ക്ഷീണം അറിയാതിരിക്കാൻ കുടിക്കണം. അപ്പം ഇനി ബാക്കി യാത്ര. ഗൈസ്, ഇത് ശരവണ ഭവൻ. ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ 2 പേരും ഫുഡ് കണ്ടപ്പോഴത്തേക്ക് അത് മറന്നുപോയി. ഫുള്ള് അടിച്ച് കയറ്റി ഇതാ പുറത്തിറങ്ങിയപ്പോഴും ആലോചിച്ച വീഡിയോ എടുത്തില്ലല്ലോ. ഇനിയിപ്പോൾ പോട്ടെ, അടുത്ത സ്ഥലത്തെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാം. വാഴത്തോട്ടം ഗൈസ്, വാഴത്തോട്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടേ, അടിപൊളിയാ. അല്ല, അത് വേറെന്തോ സംഭവം തോന്നുന്നു. അത് അഴിച്ചിട്ട് കഴിക്കുന്നില്ല. അടിപൊളിയായിരിക്കും. അഴിച്ചിട്ട് കഴിക്കാൻ പാടല്ലേ അത്. പറഞ്ഞില്ല. പറ്റുന്നില്ലല്ലേ? ടോയ്ലറ്റിൽ പോകാൻ പോയിട്ട് ഓടി വന്നു. അത്ര നല്ല കണ്ടീഷനിൽ കിടക്കുകയാണ് അവിടെ. ഇതിപ്പോ നമ്മുടെ മൊത്തം 4ാമത്തെ ചായ ആയിട്ടുള്ളൂ അല്ലേ? ചായയുടെ എണ്ണം കുറഞ്ഞു, കാരണം ദൂരം കൂടുതൽ പിടിക്കാൻ. ഇതിലാണ് ഗൈസ് നമ്മൾ വന്നത്. ഒരുപാട് നേരമായിട്ട് തുടങ്ങിയ മഴയാണ്. ഭയങ്കരമായിട്ട് പെയ്യുന്നില്ല, ഇങ്ങനെ ചെറുതായിട്ട് ചാറി ചാറി നിൽക്കുകയാണ്. വലിയ ചൂടും ഇല്ല, അതുകൊണ്ട് ഓടിച്ച് പോകാൻ സുഖമുണ്ട് അല്ലേ? നല്ല ക്ലൈമറ്റ്. അപ്പുറത്തെ സൈഡ് എന്ത് ബ്ലോക്ക് അല്ലേ? എത്ര ലോങ് ആയിട്ടാ വണ്ടിയൊന്നും അനങ്ങാതെ കിടക്കുന്നത്. നമ്മള് ബാംഗ്ലൂർ ടൗണിലേക്ക് എത്താറായി. നമുക്ക് ചെറിയൊരു സ്ഥലത്ത് കിട്ടിയെങ്കിലും അല്ലേ, നമ്മൾ ബാക്കി ഇപ്പൊ സ്മൂത്ത് ആയിട്ട് നമുക്ക് പോകുന്നുണ്ട്. എന്തായാലും കിട്ടും. നല്ല വില്ലേജ്. അങ്ങനെ ബാംഗ്ലൂർ നഗര വീതിയിലൂടെ നമ്മൾ കാർ ഓടിച്ച് പോവുകയാണ് ഗൈസ്. അങ്ങനെ നമുക്ക് വലിയ ബ്ലോക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. കിട്ടിത്തുടങ്ങിയത്. അതെ, ആ വിഷമം മാറി കിട്ടിയത്.